ഹായ് മുത്തശ്ശി, ഈ നെയ്യപ്പത്തിന് എന്തൊരു മണമാണ്. എങ്ങനെയാണ് മുത്തശ്ശി ഈ നെയ്യപ്പത്തിന് ഇത്രയും രുചി വരുന്നത്? നെയ്യപ്പം കൊള്ളാവോ? ഇഷ്ടമായോ? എന്ത് രുചിയാണ് ഇതിന്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മുത്തശ്ശി, ഈ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും ഒക്കെ ചേർത്ത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നതാ. ഇങ്ങനെയാ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ട് കേൾക്കാനും. അയ്യോ മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിക്കൊണ്ടുപോയി. അയ്യോ വേണ്ട മോളെ, കരയണ്ട. മുത്തശ്ശി മോൾക്ക് വേറെ തരാം. നല്ല മണം വരുന്നുണ്ടല്ലോ. എവിടെന്നാണ് ഈ മണം വരുന്നത്? നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിൽ ഇത് എവിടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം? ഓ, കൊതി കൊണ്ടെന്റെ വായിലൂടെ ഇപ്പൊ കപ്പലോടിക്കാം. ഓ, അപ്പോൾ അവിടെ നിന്നാണ് ഈ മണം. ഈ കാക്കയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ നെയ്യപ്പം? ഇവളോട് കുറച്ച് ചോദിച്ചാലോ? മുഴുവനും ചോദിച്ചാ തരില്ല. പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും സൂത്രം ഒപ്പിച്ചാൽ ആ നെയ്യപ്പം തട്ടിയെടുക്കാം. ഇതെന്താ കുറുക്കച്ച പാട്ടൊക്കെ പാടി? നല്ല സന്തോഷത്തിലാണല്ലോ. പാട്ട് കേൾക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ? നന്നായിട്ടുണ്ട്. പക്ഷേ ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്നെക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. ശരിയാണോ? ആണോന്നോ? എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിലിനു പോലും ആവില്ല. എങ്കിൽ കാക്കപ്പെണ്ണേ, നീ ഒരു പാട്ട് പാടാമോ? ഇതാണോ നിന്റെ പാട്ട്? ഇതിന് ടെമ്പോ പോരാ, സംഗതി തീരെയില്ല. ഓ, ഒന്ന് വ്യക്തമായി പാടൂ, അപ്പം കിട്ടും. അപ്പങ്ങളും പാടും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അപ്പം കിട്ടുമെന്ന്. അപ്പം എനിക്ക് തന്നെ കിട്ടി. ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി തന്റെ വീടും പരിസരവും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ച് തന്റെ വീടും പരിസരവും
എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ പക്ഷികളെയും ചെടികളെയും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന മുത്തശ്ശി മുറ്റത്തും മരക്കൊമ്പുകളിലും വന്നിരുന്ന കാക്കകളുമായി നിരന്തരം വഴക്കടിച്ചിരുന്നു. ഈ കാക്കകളെ കൊണ്ട് തോറ്റു. എപ്പോ നോക്കിയാലും ഉണ്ടാവും ശല്യം. പോകാക്കേ പോ. ആ മുത്തശ്ശി എന്തിനാ ഈ പാവം കാക്കകളെ ആട്ടി ഓടിക്കുന്നത്? കാക്കയ്ക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാവാം. ആരെയും വില കുറച്ച് കാണുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി വയ്യാതെ കിടപ്പിലായി. മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ജനാലയിലൂടെ തന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഇലകളും കമ്പുകളും കണ്ട് വിഷമിച്ചു. അയ്യോ, എന്റെ വീടും പരിസരവും എല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. എന്താ ചെയ്യ? ഇനിയിപ്പൊ അസുഖമൊക്കെ മാറിയിട്ട് ഒക്കെ വൃത്തിയാക്കാം. ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ പതിവ് പോലെ വന്നിറങ്ങിയ കാക്കകൾക്ക് മുത്തശ്ശിയുടെ വീടും പരിസരവും പതിവില്ലാതെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി. മുത്തശ്ശി ഇവിടെ ഇല്ലേ? വീടും പരിസരവുമെല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. അത് ശരിയാണല്ലോ. എപ്പോഴും ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുന്ന മുത്തശ്ശിയല്ലേ? മുത്തശ്ശിക്ക് ഇതെന്തു പറ്റി? ഇനി വയ്യാതെയോ മറ്റോ ആയോ? മുത്തശ്ശി എവിടേക്കെങ്കിലും പോയോ? എന്നാ പിന്നെ നമുക്കിവിടെയൊക്കെ വൃത്തിയാക്കിയാലോ? അത് വേണോ? നമ്മൾ അത് ചെയ്താൽ മുത്തശ്ശിക്ക് ഇഷ്ടമാകുമോ? നമ്മളെ എപ്പോഴും വഴക്ക് പറയാറുള്ളതല്ലേ. അത് മുത്തശ്ശി മറ്റൊന്നും വിചാരിച്ച് പറയുന്നതാവില്ല. വാ കൂട്ടുകാരെ, നമുക്കിത് ചെയ്യാം. മുത്തശ്ശിക്ക് സന്തോഷമാവട്ടെ. ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെ. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്നും വരക്ക് വാങ്ങി കൂട്ടിയാലേ സമാധാനം ആവൂ. പക്ഷേ അവർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നല്ലതൊക്കെ തന്നെ. എന്തിനും ഏതിനും ഇവരെ വരക്ക് പറയുന്ന മുത്തശ്ശിക്ക് ഇഷ്ടമാവുമോ? ശരിയാ, നമുക്ക് നോക്കാം. കാക്കകൾ തന്റെ മുറ്റം വൃത്തിയാക്കുന്ന കാഴ്ച ജനാലയിലൂടെ കാണുന്ന മുത്തശ്ശിക്ക് കാക്കകളെ വഴക്കു പറഞ്ഞതിൽ വല്ലാത്ത വിഷമം തോന്നി. എന്റെ ഈശ്വരാ, ഈ പാവങ്ങളെയാണല്ലോ ഇത്രയും കാലം ഞാൻ ആട്ടി ഓടിച്ചത്. കലപില കൂട്ടി കുരുത്തക്കേട് കാണിക്കുന്ന ഈ കാക്കക്കൂട്ടത്തിന് ഇത്ര നല്ല മനസ്സുണ്ടായിരുന്നോ? ഏയ് മക്കളെ, പോകല്ലേ പോകല്ലേ, പേടിക്കണ്ടാട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇത് കണ്ടോ, നെയ്യപ്പവാ. ഇത് നിങ്ങൾക്കുള്ളതാ. വാ, വന്ന് വയറ് നിറയെ കഴിച്ചോ. വാ മക്കളെ, വാ, വന്ന് കഴിച്ചോ.
സന്തോഷത്തോടെ മുത്തശ്ശി ഇലയിൽ വിളമ്പിയ നല്ല സ്വാദുള്ള നെയ്യപ്പങ്ങൾ കഴിക്കാൻ കാക്കകൾ കലപില ശബ്ദമുണ്ടാക്കി മുറ്റത്തേക്ക് പറന്നിറങ്ങി. അങ്ങനെ അന്നു മുതൽ മുത്തശ്ശിയും കാക്കകളുമായി വലിയ ചങ്ങാത്തത്തിലായി. ഒരു മനോഹരമായ കൊച്ചു ഗ്രാമത്തിലായിരുന്നു അമ്മിണി മുത്തശ്ശിയും കിച്ചുവും താമസിച്ചിരുന്നത്. ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. മുത്തശ്ശിക്ക് സ്വന്തമായി 2 പശുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയും കുട്ടിയായ കിച്ചുവും പശുക്കുട്ടിക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. മോനെ കിച്ചു, കറുമ്പി പശുവിന് ആ പുല്ലെടുത്ത് കൊടുക്ക്. ശരി മുത്തശ്ശി. മുത്തശ്ശി, നാളെ നമുക്ക് പശുക്കുട്ടിയെ കുളിപ്പിക്കാൻ പുഴക്കരയിലേക്ക് പോകാം. നാളെയോ? ഇന്നലെയല്ലേ നമ്മൾ പോയത്? അത് സാരമില്ല മുത്തശ്ശി, നാളെയും പോകാം. ശരി ശരി. ഈ കുട്ടിയുടെ ഒരു കാര്യം, നിനക്ക് വെള്ളത്തിൽ കളിക്കാനല്ലേ? പോ മുത്തശ്ശി, ഞാൻ വെള്ളത്തിനൊന്നും കളിക്കില്ല. എടാ കൊച്ചു കള്ള, ഇങ്ങനെ മുത്തശ്ശിയോട് നുണ പറയാമോ? ആ സമയം ഗ്രാമപാതയിലൂടെ ഒരു ഭിക്ഷക്കാരൻ വിശന്നു നടന്നു വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയെ കണ്ട ഭിക്ഷക്കാരൻ പതിയെ മുത്തശ്ശിയുടെ വീടിനടുത്തേക്ക് നടന്നു. അയ്യോ അയ്യോ, നടന്ന് ഒരുപാട് തളർന്നേ, വിശന്നിട്ട് വയ്യായേ. ഞാനൊരു ഭിക്ഷക്കാരനാണേ, എന്തെങ്കിലും തരണേ, വിശന്നിട്ട് വയ്യായേ. ശരി ശരി, നിങ്ങൾ കൈ കഴുകി ആ വരാന്തയിൽ ഇരുന്നോളൂ, ഞാൻ ഭക്ഷണം തരാം. ഓ, ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശി. അതൊന്നും സാരമില്ല, വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നതല്ലേ വലിയ കാര്യം. അതെയോ? എങ്കിൽ നിങ്ങളുടെ മാലയും എടുക്ക് വൃദ്ധസ്ത്രീ, ഇല്ലെങ്കിൽ. ആഹാരം കഴിച്ച് തളർച്ച മാറിയപ്പോൾ ഭിക്ഷക്കാരന്റെ മട്ടും ഭാവവും മാറി. അയാൾ ഒരു കൊള്ളക്കാരനായിരുന്നു. കൊള്ളക്കാരൻ അട്ടഹസിക്കാൻ തുടങ്ങി. അത് കണ്ട് പാവം മുത്തശ്ശിയും കിച്ചുവും ഭയന്നുപോയി. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളെ പാവങ്ങളാണ്. എങ്കിൽ ഇങ്ങെടുക്ക് വൃദ്ധസ്ത്രീ നിങ്ങളുടെ മാലയും വളയും. മുത്തശ്ശി, ഇതൊക്കെ അതിന് സ്വർണമാണോ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് സ്വർണമെല്ലാം മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന്. എന്ത്? സ്വർണമല്ലാത്ത മാല ഊരിത്തന്നു പറ്റിക്കാൻ നോക്കുന്നു? ഞാൻ വിഡ്ഢിയാണെന്ന് കരുതിയോ? എവിടെയാ മുറി? മാറി നിൽക്കും. മുത്തശ്ശിയുടെ കൊച്ചു മിടുക്ക, നമുക്ക് ആളുകളെ വിളിച്ചു കൂട്ടാം. നിക്ക് മുത്തശ്ശി, 2 ദിവസം കള്ളം മുറിയിൽ പട്ടിണി കിടക്കട്ടെ, എന്നിട്ട് ആളുകളെ വിളിച്ചു കൂട്ടാം. അത് ശരിയാ. നമ്മൾ അവന് വിശപ്പിന് ആഹാരം കൊടുത്തപ്പോ നമ്മളെ തന്നെ ദ്രോഹിക്കാൻ വന്നു. അതെ മുത്തശ്ശി, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ മിടുക്കനായ നമ്മുടെ കിച്ചു കള്ളനെ കെണിയിലാക്കി. 2 ദിവസം കള്ളൻ മുറിയിൽ വിശപ്പ് സഹിച്ചു കിടന്നു. കള്ളൻ ആകെ തളർന്നിരുന്നു. അതിനുശേഷം മുത്തശ്ശി നാട്ടുകാരെ വിളിച്ചുകൂട്ടി കള്ളനെ നാട് കടത്തുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ഗ്രാമത്തിലേക്ക് ആ കള്ളൻ വന്നിട്ടേയില്ല. പൊന്നു, മുത്തശ്ശി പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് നിന്നോളണം കേട്ടോ. ഓ, മനസ്സിലായേ. അനുസരണക്കേടൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞതല്ലേ.
അമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. സമയം 4 മണിയായല്ലോ. മുത്തശ്ശി, ഇപ്പോ സമയം 4 മണിയായെന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് ആ 4 മണിപ്പൂക്കള് വിരിഞ്ഞത് കണ്ട് ഞാൻ പറഞ്ഞതാ. 4 മണി പൂക്കളോ? അതെന്ത് പൂക്കളാ? എന്നും വൈകുന്നേരം 4 മണിക്ക് വിരിയുന്ന പൂക്കൾ. അന്തിമലരി എന്നും ഇതിന് പേരുണ്ട്. ഈ 4 മണി പൂക്കൾക്ക് എന്തൊരു ഭംഗിയാ. ശരിയാണ് മോളെ. വൈകുന്നേരം കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ പൂക്കൾ വിരിയുന്നതെങ്കിലും വളരെ മനോഹരമായിട്ടാ ഈ പൂക്കളെയും ഈശ്വരൻ അണിയിച്ചൊരുക്കുന്നത്. മോളെ, ഇത് കണ്ടോ? ഇതാണ് നാഴി. പണ്ടൊക്കെ എല്ലാ വീടുകളിലും അരി അളന്നെടുത്തുകൊണ്ടിരുന്നത് ഈ നാഴി കൊണ്ടാ. ഇന്ന് ചുരുക്കം ചില വീടുകളിൽ മാത്രമേ അരി അളക്കാൻ നാഴി ഉപയോഗിക്കുന്നുള്ളൂ. മുത്തശ്ശി, ഈ നാഴിക്കാണോ പറ എന്ന് പറയുന്നത്? അല്ല മോളെ, പറ എന്നത് നെല്ലളക്കാൻ ഉപയോഗിക്കുന്നതാ. ദാ അത് കണ്ടോ? ഞാനിതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അളവറിയാൻ മാത്രമല്ല, തൂക്കം നോക്കുന്ന ഉപകരണങ്ങളും ഉണ്ട്. ഒരിക്കൽ സുന്ദര ഗ്രാമത്തിൽ ജോമോൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അല്പം ദൂരെയുള്ള സ്കൂളിൽ എന്നും ജോമോൻ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജോമോൻ സ്കൂൾ വിട്ട് വളരെ ക്ഷീണിച്ച് നടന്നു വരികയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും മുൻപേ പോയി. പാവം ജോമോൻ വണ്ണം കാരണം പതിയെയായിരുന്നു നടന്നിരുന്നത്. അവൻ പതിയെ മാവിൻ തോട്ടത്തിലേക്ക് കയറി. കുട്ടികൾ മാവിലെറിയുന്നതും നോക്കി നിന്നു. ഹായ്, എന്തുമാത്രം മാങ്ങകളാണ് മാവിൽ! ഒരെണ്ണം കിട്ടിയാ തിന്നാമായിരുന്നു. ഇതാര്? നമ്മുടെ തടിയൻ ജോമോനല്ലേ? എന്താണ് ഇവിടെ? അവന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. കൂട്ടുകാരെ, എനിക്കൊരു മാങ്ങ തരാമോ? അമ്പോ, ഇവൻ പറയണത് കേട്ടോ ചങ്ങാതിമാരെ? ഇവന് മാങ്ങ വേണമെന്ന്. നിനക്ക് വേണേ നീ എറിഞ്ഞിട്. പാവം ജോമോൻ വളരെ വിഷമത്തിലായി. അവന് ഉയരത്തിൽ കല്ലെറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഒരെണ്ണം തരുമോ? ഇല്ല, തരില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ കളർ പെൻസിൽ തരാം. ആർക്ക് വേണം നിന്റെ പെൻസിൽ? ഞങ്ങൾക്കും ഉണ്ട്. എന്നാ ഞാൻ എന്റെ ഈ വാട്ടർ ബോട്ടിൽ തരട്ടെ. അയ്യേ, ഞങ്ങൾക്ക് വേണ്ട നിന്റെ പഴയ ബോട്ടിൽ. നീ എന്ത് തന്നാലും മാങ്ങ ഞങ്ങൾ തരില്ല. ഈ തടിയനൊരു മണ്ടൻ തന്നെ. കഷ്ടം. ഈ സമയത്ത് ഇതൊക്കെ കണ്ടും കേട്ടും മരത്തിന്റെ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഒരു കുരങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. പാവം പയ്യൻ, അവനെ എല്ലാവരും കൂടി പരിഹസിക്കുകയാണ്. എങ്ങനെ അവനെ സഹായിക്കാം? ഓഹോ, ഹായ് ഹായ്, പഴുത്ത മാങ്ങ.
എന്താ ചങ്ങാതി നമ്മൾ കണ്ടത്? നമ്മൾ ജോമോനെ കളിയാക്കണ്ടായിരുന്നു. അതെ, ജോമോന് മാങ്ങ കൊടുത്തിരുന്നാൽ അവൻ നമുക്കും മാമ്പഴം തന്നേനെ. ഇനി എങ്ങനെ ചോദിക്കും? ഹായ് എന്തു മധുരം! തേനിനാണോ ഈ മാമ്പഴത്തിനാണോ മധുരം? സംശയമില്ല, ഈ മാമ്പഴത്തിന് തന്നെ. കൂട്ടുകാരാ ജോമോനെ, എനിക്കൊരു മാമ്പഴം തരാമോ? ഒരു മാമ്പഴം തരുമോ കൂട്ടുകാരാ? ഞങ്ങൾ എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചോളാം. അതിനെന്താ, ഇങ്ങ് വാ. ഇതാ കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. ഞങ്ങളോട് ക്ഷമിക്ക് കൂട്ടുകാരാ. എന്തിന്? ഞങ്ങൾ മാങ്ങ തരാത്തതിനും തടിയാന്ന് വിളിച്ചതിനും. അതൊന്നും സാരമില്ല, നിങ്ങളിപ്പോ എന്റെ ചങ്ങാതിമാരായല്ലോ, അതു മതി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. അങ്ങനെ നന്മയുള്ള ജോമോന് നിറയെ മാമ്പഴവും കിട്ടി, നിറയെ കൂട്ടുകാരെയും കിട്ടി. വാ മോളെ. പശുവിനെ കറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞങ്ങളൊക്കെ ദിവസവും പാക്കറ്റ് പാലാണ് വാങ്ങുന്നത്. ഇത് അതുപോലൊന്നും അല്ല, ഒരു മായവും ചേരാത്ത ശുദ്ധമായ പാലാ. ശരിയാ, ഇങ്ങനെയുള്ള പാലാണ് കുടിക്കേണ്ടത്. എന്നാലേ എല്ലാ പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടൂ, അല്ലേ മുത്തശ്ശി? കുട്ടികള് ദിവസം ഓരോ ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം. അതിനൊരു മടിയും കാണിക്കരുത്. ഹായ്, ഒരു പൂച്ച. ഇതാണ് കുറിഞ്ഞിപ്പൂച്ച. ഇവള് വന്നത് പാല് കുടിക്കാനാ. കണ്ടില്ലേ, പാത്രം കടിച്ചു പിടിച്ചിരിക്കുന്നത്. ഈ പാത്രത്തിലാ ഇവൾക്കെന്നും പാല് കൊടുക്കുന്നേ. ആരാ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? കൊള്ളാലോ, ഈ തത്തമ്മയാണോ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? തത്തമ്മേ, നീ എന്തിനാ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? തത്തമ്മയെ അവൻ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. എന്താ? ആ തത്തമ്മ ഞങ്ങളുടെ പൂച്ചയെ വിളിച്ചു. ഓ, അതാണോ കാര്യം? അത് നിങ്ങളെ കുറിഞ്ഞു പൂച്ചയെ വിളിച്ചതൊന്നും അല്ല. ഇവളെപ്പോഴും തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനാണ് ഇവളെ ഇങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചത്. തത്തമ്മേ പൂച്ച പൂച്ച. ദാ കേട്ടോ, വീണ്ടും പറഞ്ഞത്. ദാ കണ്ടോ, ഞങ്ങളുടെ കുറിഞ്ഞു പൂച്ചയും വിളി കേട്ടത്. ആ, രണ്ടുപേരും പരിചയപ്പെട്ടോ? മോളെ പൊന്നു, ഇതാണ് അപ്പു. മുത്തശ്ശിയെ പല കാര്യങ്ങളിലും സഹായിക്കുന്നത് ഇവനാ. മിടുക്കനാ. അപ്പുക്കുട്ടാ, നീ ഇതെന്താ ഉണ്ടാക്കുന്നേ? ഞാൻ വിളക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാ മുത്തശ്ശി. ഇതാരാ? എന്റെ പേരക്കുട്ടിയാ. അങ്ങു പട്ടണത്തിലാ വീട്. പേര് പൊന്നു. ഹായ്, നല്ല രസം. അപ്പു, ഇനി നിന്റെ കൂടെ കളിക്കാൻ ഈ പൊന്നൂനെയും കൂടി കൂട്ടണം കേട്ടോ. അതിനെന്താ, എന്റെ കൂടെ കളിക്കാൻ പൊന്നും കൂടിക്കോളൂ. താങ്ക് യു. അപ്പു, ആ വെള്ളക്കാണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടായി. അത് ഞാൻ എടുത്തോട്ടെ? കളിക്കാൻ കൂടിക്കോളാൻ പറഞ്ഞപ്പോഴേക്കും എന്റെ വെള്ളയ്ക്കാൻ വേണ്ടി ചോദിച്ചല്ലോ. ഇനി അടുത്തത് എന്റെ തത്തമ്മയെ ചോദിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തെ? വെള്ളക്കാണ്ടി ഞാൻ എടുത്തോട്ടെ? ഇല്ല,
മാത്രം ഞാൻ ആർക്കും കൊടുക്കില്ല.